ജോയിന്റ് ഫാമിലിയിലേക്ക് കല്യാണം കഴിപ്പിച്ച് പെട്ടുപോയ ഒരു പെൺകുട്ടി, ഒരു കേസ് സ്റ്റേ ആണ്. ആ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. കല്യാണം കഴിച്ച ആൺകുട്ടികളൊന്നും വേറെ പോയിട്ടില്ല. അത് ഉപ്പാന്റെ ഒരു നിർബന്ധമാണ്. എന്റെ കണ്ണടയും വരെ ആരും വേറെ താമസിക്കുന്നത് എനിക്കിഷ്ടമില്ല. പെങ്ങന്മാരെയും കല്യാണം കഴിപ്പിച്ചത് ഏകദേശം അടുത്തേക്കാണ്. അവരുടെ മക്കളൊക്കെ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് നേരം വെളുത്തത് മുതൽ വലിയ മക്കളാണ് ആ വീട്ടിൽ വന്നിരിക്കും. ഈ വീട്ടിൽ ഈ പെൺകുട്ടിക്ക് ഒരു പ്രൈവസി ഇല്ല. ബെഡ്റൂമിൽ പോലും സ്വന്തം ഭർത്താവുമായിട്ടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ബെഡ്റൂമിൽ എല്ലായിടത്തും ഈ കുട്ടികളുടെ ഇടപെടലാണ്. അതായത് ഹണിമൂൺ ട്രിപ്പ് പോയപ്പം പോലും കൂടെ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രൈവസിയിൽ ഇവരുമായിട്ട് ഇടപഴകാൻ പറ്റാത്ത പരാതി ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് ഇത് നിസ്സാരമായിട്ട് കാണും. ഇവിടെ എന്താ കുഴപ്പം, ഇവിടെ ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ, ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ എല്ലാവരും ഇതിനകത്ത് ഹാപ്പി ആകണമെന്നില്ല. രക്ഷിതാക്കള് ഇത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധികൾ നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പുതിയൊരു ജനറേഷന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. ഫാമിലി ഉണ്ടാവുകയാണ്. അവർക്ക് അതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക വേണ്ടത്. അവർക്ക് എവിടെയാണ് ഹാപ്പിനെസ് കിട്ടുക അവിടേക്ക് അവരെ വിടുക, അതിനുള്ള അനുവാദം കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി പിടിച്ചു വെക്കുമ്പം ഇവിടെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല നല്ല സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. മാനസികമായിട്ടുള്ള ഇഴയടുപ്പം ഇല്ലാതെ പോകും. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വേർപിരിയാനും മനസ്സുകൊണ്ട് അകലാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിടിവാശികളുള്ളയിടത്ത് ഭർത്താക്കന്മാരാണ് കൃത്യമായ നിലപാടെടുക്കേണ്ടത്. ജീവിതം അവനവൻ്റെതാണ്. മാതാപിതാക്കൾക്കൊക്കെ അതിൻ്റെ രീതിയിലുള്ള ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവനവൻ്റെ ജീവിതവും സേഫ് ആക്കുക.